നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സീന ജോയ്. പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. മെൽബൺ രൂപത ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ തിരുനാൾ ദിനത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് തൃശൂർ കലാസദൻ്റെ എൻ്റെ പിഴ എന്ന സാമൂഹ്യ സംഗീത നാടകം പ്രദർശനം നടത്തി. തിരുനാൾ മനോഹരമാക്കാൻ സഹകരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വാർത്തകൾ വിശദമായി. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദൈവാലയ തിരുനാൾ അതിമനോഹരമായി. നവംബർ 21 വെള്ളിയാഴ്ച വൈകിട്ട് 6 വിശുദ്ധ കുർബാനയ്ക്ക് പാറന്നൂർ ഇടവക വികാരി റവറൻ ഫാദർ മനോജ് താണിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രസിദ്ധേന്തി വാഴ്ചയും കൂടുതുറക്കൽ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. തുടർന്ന് ദേവാലയം ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നവംബർ 22 ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് റവറൻ ഫാദർ ജെറിൻ ജോസ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 14 യൂണിറ്റുകളിലേക്കുള്ള അമ്പും കിരീടവും ആശീർവദിച്ചു നൽകി. അന്നേ ദിവസം വൈകിട്ട് വാദ്യാഘോഷ അകമ്പടിയോടെ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് സമാപനം മനോഹരമായി. കേരളത്തിലെ പ്രശസ്തമായ വാദ്യമേളങ്ങൾ അണിനിരന്ന അമ്പ് സമാപനം ഏറെ നയനാനന്ദകരമായിരുന്നു. നവംബർ 23 തിരുനാൾ ദിനം രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് റവറൻ ഡോക്ടർ സിജോൺ കുഴിക്കാട്ടുമ്യാലിൽ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. വിശുദ്ധ കുർബാനയെ തുടർന്ന് നേർച്ച പായസം ആശീർവദിച്ചു നൽകി. രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മെൽബൺ രൂപത ബിഷപ്പ് എമിരറ്റസ് റവറൻ ഡോക്ടർ മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി, റവറൻ ഫാദർ ജെറിൻ ജോസ് ആലപ്പാട്ട് എന്നിവർ സഹകാർമ്മികരായി. വൈകിട്ട് 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് പ്രൊഫസർ റവറൻ ഡോക്ടർ ജിജോ തട്ടിൽ CMI കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ ഭക്തിപൂർവ്വം പങ്കെടുത്തു. പ്രദക്ഷിണത്തിന് ശേഷം ദേവാലയ അങ്കണത്തിൽ ഗംഭീര ബാൻഡ് മേളവും ഉണ്ടായിരുന്നു. നവംബർ 24 തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് മതബോധന ഹാളിൽ തൃശൂർ കലാസദൻ അവതരിപ്പിച്ച എൻ്റെ പിഴ എന്ന സാമൂഹ്യ സംഗീത നാടകം നിറഞ്ഞ സദസ്സോടെ പ്രദർശനം നടത്തി. ഇതോടുകൂടി ഈ വർഷത്തെ തിരുനാൾ മനോഹരമായി സമാപിച്ചു. തിരുനാൾ മനോഹരമാക്കുന്നതിന് നേതൃത്വം നൽകിയ എല്ലാ ഇടവക അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾക്കും കൈക്കാരന്മാർക്കും വികാരിയച്ഛൻ നന്ദി അറിയിക്കുന്നു. 15ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സെൻറ്റ് സേവ്യർ യൂണിറ്റ് അംഗങ്ങളായ റിജു ചെറുവത്തൂരിനും വിൻസി റിജുവിനും വിവാഹ വാർഷിക ആശംസകളോടെ ഹെവൻലി ബ്ലിസ് ചാനൽ. പത്തൊൻപതാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സെൻറ്റ് ജോസഫ് യൂണിറ്റ് അംഗങ്ങളായ ഒലക്കേങ്കിൽ ലിസൺ ജോസിനും മേബിൾ ലിസനും ഹെവൻലി ബ്ലിസ് ചാനലിൻ്റെ വിവാഹ വാർഷിക ആശംസകൾ. നവംബർ 30 ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ ക്രിസ്തുരാജ റാലി ഉണ്ടായിരിക്കുന്നതാണ്. റാലിക്ക് ശേഷം സ്റ്റാഫ് മീറ്റിംഗും ഉണ്ടായിരിക്കും. നവംബർ 30 നമ്മുടെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ ഫീസ്റ്റ് ആഘോഷിക്കുന്നു. പിതാവിന് മുണ്ടത്തിക്കോട് ഇടവകയുടെ പ്രാർത്ഥനാശംസകൾ. ഡിസംബർ 1 മുതൽ 25 നോമ്പ് ആരംഭിക്കുന്നു. 25 നോമ്പിൽ മുടങ്ങാതെ മുണ്ടത്തിക്കോട് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കുന്നതാണെന്ന് വികാരിയച്ഛൻ അറിയിച്ചിട്ടുണ്ട്. ഡിസംബർ 5 മാസാദി വെള്ളിയാഴ്ച രാവിലെ രോഗികൾക്കുള്ള വിശുദ്ധ കുർബാന വീടുകളിൽ വന്ന് നൽകുന്നതായിരിക്കും. അന്നേ ദിവസം വൈകിട്ട് 5:30 ജപമാല, 6 വിശുദ്ധ കുർബാന കുരിശിൻ്റെ വഴി, തുടർന്ന് നേർച്ച ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് മേക്കാട്ടുപറമ്പൻ വിൻസൻ. വിതരണ നേതൃത്വം വിശുദ്ധ മിഖായിൽ യൂണിറ്റ്. ഡിസംബർ 7 കാറ്റിസം ടീച്ചേഴ്സിനുള്ള ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഉണ്ടായിരിക്കും. ഈ ആഴ്ചയിലെ വായനകൾ സെൻറ്റ് മേരീസ് യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.